അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ തോറ്റതിന് ആദ്യം പ്രതികാരം ചെയ്തത് പി സി ജോർജിനോടാണ്. പി സി ജോർജിന്റെ ചില ഇടപെടലുകൾ കെ സുരേന്ദ്രന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. തോൽവി എന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനം എത്താനുള്ള കാരണം അത് പി സി ജോർജ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നത് ശരിയാണോ? ആലപ്പുഴയിൽ BJPയുടെ സംസ്ഥാന നേതൃത്വ യോഗം കഴിഞ്ഞതിന് ശേഷം കെ സുരേന്ദ്രൻ ന്യൂസ് 8ന്റെ റിപ്പോർട്ടറെയും ക്യാമറമാനെയും ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി, കയ്യേറ്റ ശ്രമം നടത്തുകയുണ്ടായി. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഉത്തരം പറയാനുള്ളത് പത്തനംതിട്ടയിൽ തോറ്റതിന് മാധ്യമ പ്രവർത്തകരോട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് 18 ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ NSSനെതിരെ എന്ന രീതിയിലായിരുന്നു ആ വാർത്ത പുറത്തു വന്നത്. അതിൻ്റെ പേരിൽ ആ ചാനൽ പുറത്തുവിട്ട വാർത്തയുടെ പേരിൽ ആ വാർത്തയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു റിപ്പോർട്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു മാനസിക നില തെറ്റിയതുപോലെയായിരുന്നു കെ സുരേന്ദ്രൻ ആ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച് മുന്നോട്ട് പോയത്. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അത് മാത്രമല്ല, സുരേന്ദ്രൻ ഇടയ്ക്ക് വെച്ച് പറയാറുണ്ട്, പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് പറഞ്ഞു, ധാർഷ്ട്യം കാണിക്കുന്നു, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചത് എന്താണ്? ആലപ്പുഴയിൽ കെ സുരേന്ദ്രനും മാധ്യമ പ്രവർത്തകരെ വേട്ടയാടി അവർക്ക് മുന്നിൽ ധാർഷ്ട്യം കാണിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തക്കപ്പുറത്ത് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ്റെ പരാജയത്തിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഒരു ദേഷ്യമാണ് മാധ്യമ പ്രവർത്തകരോട് തീർത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് കെ സുരേന്ദ്രന് ഒരു FBയിലൂടെ ഒരു പോസ്റ്റ് നിക്ഷേപിക്കുകയുണ്ടായി. ആ പോസ്റ്റിൽ പറയുന്നത് താൻ മാധ്യമ പ്രവർത്തകരെ ബഹുമാനിക്കുന്നവരാണ്. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിണറായി വിജയനെ ധാർഷ്ട്യക്കാരനാണെന്ന് വിളിക്കാനുള്ള കാരണം മാധ്യമ പ്രവർത്തകരോട് കടക്കപ്പുറത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പോൾ ആദ്യം തന്നെ മാധ്യമ പ്രവർത്തകരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് നടന്ന എൻ്റെ പ്രശ്നങ്ങൾ, അതായത് കയ്യേറ്റ ശ്രമം നടത്തിയതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് നേരെ ഒരു അപവാദ പ്രചരണം ന്യൂസ് 18 മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ള ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് കെ സുരേന്ദ്രൻ്റെ ഒരു FB പോസ്റ്റും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലെ തോൽവിക്ക് ശേഷം കെ സുരേന്ദ്രൻ്റെ ഒരു സമനില തെറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ പറച്ചിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.